ഇതെല്ലാം സ്പ്രിംഗ്ലർ ഇട്ടിരിക്കുന്ന തോട്ടമാണ്. പക്ഷെ മഴയില്ലാത്തതുകൊണ്ടാണ് ഈ ചെടിയെല്ലാം ഒടിഞ്ഞു പോകുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെള്ളം കൊടുക്കാത്തത് കൊണ്ടല്ല, കംപ്ലീറ്റ് സ്പ്രിംഗ്ലർ വെള്ള സംവിധാനം എല്ലാം ഉണ്ട് ഈ തോട്ടത്തിൽ. പക്ഷേ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെടിക്ക് വെള്ളം അടിക്കുന്ന കൊണ്ട് ഈ വെള്ളം ഭൂമിയിൽ നിന്ന് ചെടി വലിക്കുന്നില്ല. വലിക്കാതെ ചെടിയെല്ലാം തട്ട പകുതി വെച്ച് ഒടിഞ്ഞു പോവുക. ഇത് ഉണങ്ങി വീണതല്ല, പകുതി വെച്ച് എല്ലാം ഒടിഞ്ഞു വീണേക്കുന്ന തട്ടകളാണ്. അത് കണ്ടോ, കംപ്ലീറ്റ് ചെടി കണ്ടോ ഒടിഞ്ഞേക്കുക. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് വെള്ളം വലിക്കാനുള്ളൊരു സംവിധാനം ഇല്ല കിഴങ്ങിന്. അതുകൊണ്ടാണ് ഈ ചെടിയെല്ലാം ഇങ്ങനെ പോകുന്നത്. മഴ പെയ്തില്ലെങ്കിൽ ഈ മാതിരി ആണെങ്കിൽ, കാലാവസ്ഥ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ കംപ്ലീറ്റ് ചെടിയും ഇതേ കണ്ടീഷനിൽ ഒടിഞ്ഞു പോകും. ഇത് കണ്ടോ, കംപ്ലീറ്റ് ചെടി ഒടിഞ്ഞിരിക്കുക. ഇത് വെള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടല്ല. വെള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ കണ്ടോ സ്പ്രിംഗ്ലറൊക്കെ ഇട്ട് കംപ്ലീറ്റ് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന ചെടിയാണ്. ഇത് കണ്ടോ, ചെടി കംപ്ലീറ്റ് ഒടിയുക. വേര് വെള്ളം വലിക്കാനുള്ള സംവിധാനമില്ല. ഇത് കണ്ടോ, തോട്ടം നല്ല കണ്ടീഷൻ തോട്ടമാണ്. 10,000 മൂടി ചെടിയുള്ള തോട്ടമാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതാണ് കണ്ടീഷൻ. തട്ട ഒടിയുക. അത് പുതിയൊരിതാണ്. ഞാൻ ഒരിടത്ത് ഈ കഴിഞ്ഞ മുമ്പത്തെ കൊല്ലമൊന്നും ഈ സംവിധാനം കണ്ടിട്ടില്ല, ഇങ്ങനെയുള്ള രീതി കണ്ടിട്ടില്ല. അതുകൊണ്ട് വെള്ളമൊക്കെ ഇഷ്ടംപോലെ വെള്ളമുള്ള തോട്ടമാണ്. പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ട മറിയുമല്ല, ഒടിയുക.